കോഴിക്കോട് ചാത്തമംഗലത്ത് പഴമയെ വീണ്ടെടുക്കാൻ നാട്ടുതക്കാരം സംഘടിപ്പിച്ചു. കൂളിമാട് മഹല്ല് കമ്മിറ്റി പ്രദേശവാസികൾക്കായി നൽകിയ ഫലവൃക്ഷ തൈകളിൽ നിന്ന് ലഭിച്ച പഴങ്ങൾ ഒത്തുചേർത്ത് കഴിച്ചാണ് തക്കാരമൊരുക്കിയത്. പുതുതലമുറയ്ക്ക് പഴയ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പകർന്നു നൽകുന്നതിനും നാട്ടിലെ ഐക്യം നിലനിർത്തുന്നതിനുമായിരുന്നു പരിപാടി. പഴയ കാലത്തെ സ്നേഹവും ഒത്തൊരുമയും വീണ്ടെടുക്കുന്നതിനായി ഗ്രാമങ്ങളിൽ സംഘടിപ്പിക്കുന്ന ഒരു കൂട്ടായ്മയാണ് നാട്ടുതക്കാരം. നന്മയുള്ള ഗ്രാമീണ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു ഇത്തരം കൂടിച്ചേരലുകൾ. കാലം മാറിയതോടെ നാട്ടുതക്കാരങ്ങളും മറ്റു പലതിനെയും പോലെ വിസ്മൃതിയിൽ ലയിച്ചു. എന്നാൽ ചാത്തമംഗലത്തെ കൂളിമാട് അത്തരത്തിലൊരു വ്യത്യസ്തമായ നാട്ടുതക്കാരം നടന്നു. വിവിധ തരം ഫലവർഗ്ഗങ്ങളാണ് തക്കാരത്തിനെത്തിയവർക്ക് നൽകിയത്. അഞ്ചു വർഷം മുൻപാണ് ആദ്യമായി കൂളിമാട് മഹല്ല് കമ്മിറ്റി പ്രദേശത്തെ എല്ലാവർക്കും ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തത്. അന്ന് നട്ട ഫലവൃക്ഷങ്ങളെല്ലാം ഇപ്പോൾ നല്ല ഫലങ്ങൾ നൽകാൻ തുടങ്ങി. ഈ ഫലങ്ങളാണ് സമൂഹ ഫലഭോജനത്തിന് നൽകിയത്. കൊടും ചൂടുകാലത്തെ മറികടക്കാൻ കുളിർമയുള്ള കൂളിമാടിനായി കൈകോർക്കാം എന്ന പേരിലാണ് സമൂഹ ഫലഭോജനം നടത്തിയത്. ഈ കൂളിമാട് ഉള്ള മുഴുവൻ വീടുകളിലും ഒരു ഫലവൃക്ഷമെങ്കിലും ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടുകൂടെ, അല്ലെങ്കിൽ ഫലവൃക്ഷങ്ങളില്ലാത്ത വീടുകൾ ഉണ്ടാകരുത് എന്ന ചിന്തയോടുകൂടെ 5 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചൊരു സംവിധാനമാണ് ഫ്രൂട്ട് ട്രീ മിഷൻ എന്നുള്ളത്. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് ആ ഫ്രൂട്ടുകളൊക്കെ ഫലം കായ്ച്ചപ്പോൾ തുടങ്ങിയ ഒരാശയാണ് എല്ലാ നമ്മുടെ ഈ കൊടുത്തതും അല്ലാത്തതുമായ കൂളിമാടിലുള്ള വീടുകളിൽ വിളയിക്കുന്ന ഫലങ്ങളും ആ ഫലങ്ങളുടെ വിഭവങ്ങളും ഉൾപ്പെടുത്തിയിട്ട് നടത്തുന്ന ഒരു നാട്ടു സൽക്കാരം. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലെ വിഭവങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വേറിട്ട സൽക്കാരമാണ് ഈ നാട്ടു സൽക്കാരം. പ്രദേശത്തെ വീട്ടുകാരാണ് അവരുടെ വീട്ടുമുറ്റത്തും പറമ്പിലും കൃഷിയിടങ്ങളിലും വിളഞ്ഞ ഫലങ്ങൾ തക്കാരത്തിനായി കൊണ്ടുവന്നത്. വിവിധ തരത്തിലുള്ള മാമ്പഴങ്ങളും പേരയ്ക്ക, പപ്പായ, അമ്പഴങ്ങ, ഞാവൽപ്പഴം, വാഴപ്പഴം, ചക്ക തുടങ്ങി ഓരോ ഫലങ്ങൾ ഉപയോഗിച്ചുമുണ്ടാക്കുന്ന പല വിധത്തിലുള്ള പലഹാരങ്ങൾ വരെ നാട്ടുതക്കാരത്തിൽ വിഭവങ്ങളായി. ഓരോ കുടുംബങ്ങളും തന്റെ വീട് ഗൃഹാങ്കണത്തിൽ വെച്ച് പിടിപ്പിച്ച സ്വന്തം നട്ടുണ്ടാക്കിയുള്ള പല വൃക്ഷങ്ങളിൽ നിന്നെടുക്കുന്ന പഴവർഗ്ഗങ്ങളും, അതുപോലെ തന്നെ വീടുകളിലെ സഹോദരിമാർ അവരുടെ നൈപുണ്യവും കൈപുണ്യവും ഉപയോഗിച്ചുകൊണ്ട് അവരുണ്ടാക്കി കിട്ടുന്ന പഴങ്ങൾ ഉപയോഗിച്ചും അല്ലാതെയും ഒക്കെ ഉണ്ടാക്കുന്ന പലഹാരങ്ങളും ജ്യൂസുകളുമൊക്കെ ഈ പള്ളി അങ്കണത്തിലേക്ക് എത്തിച്ച് എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഒക്കെ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ ഞങ്ങൾ എടുക്കുന്നത്. ഫലഭോജനത്തിന്റെ ഉദ്ഘാടനവും വേറിട്ടതായിരുന്നു. ചക്ക മുറിച്ചുകൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. കാലം മാറുംതോറും നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിലുണ്ടായ മാറ്റത്തിലൂടെ പലവിധ രോഗങ്ങൾ ഉണ്ടാകുന്ന കാലത്ത് നല്ല ആരോഗ്യം സൃഷ്ടിക്കാൻ ഇത്തരത്തിലുള്ള ഭക്ഷണ രീതികൾ പരിചയപ്പെടുത്തി കൂളിമാട് ജനത വ്യത്യസ്തരാവുകയാണ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.